ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കുന്നത് 9ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലിയാണ്. മലയാളം അടിസ്ഥാന പാഠാവലിയാണ്. യൂണിറ്റ് 1 നടക്കുംതോറും തെളിയും വഴികൾ എന്നതിലെ ആദ്യ ചാപ്റ്റർ ശാന്തിനികേതനം എന്ന പാഠത്തിൻ്റെ 2ാമത്തെ ക്ലാസ്സാണിത്. ഇതിൽ നമ്മൾ പ്രവർത്തനങ്ങളും അവയുടെ ഉത്തരങ്ങളും അഥവാ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ശാന്തിനികേതൻ എന്ന പാഠത്തിൻ്റെ ആദ്യ ക്ലാസ്സിലാണ് നമ്മൾ ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വിശദീകരണം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നികേതനത്തിൻ്റെ. അത് നിങ്ങൾക്ക് നമ്മുടെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ കിട്ടും. ഇത് നമ്മുടെ 2ാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ അത് കാണുക, അതിനുശേഷം ഇത് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നോക്കിയാലോ, ശാന്തിനികേതനം പാർട്ട് 2 ആണ്. ആദ്യ ചോദ്യം പറയുന്നത് ബംഗാളിലെ കാഴ്ചകൾ സ്വന്തം നാടിനെ ഓർമ്മപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് കണ്ടെത്തുക. ഇതിന് തുടർന്ന് വരുന്നത് നഗരത്തിന്റെ നിരന്തരമായ ഗരഗരാരവം, ഒഴിഞ്ഞ പാടങ്ങളിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ചെറിയ നിരത്ത്. സമാനമായ പ്രയോഗങ്ങൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി എഴുതുക. ഇത്തരം പ്രയോഗങ്ങൾ യാത്രാ വിവരണത്തെ കൂടുതൽ ആകർഷകമാക്കുന്നത് എങ്ങനെ? കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം: അങ്ങിങ്ങായി കാണാവുന്ന തെങ്ങുകളും താലവൃക്ഷങ്ങളും തലയുയർത്തി നിൽക്കുന്ന പറമ്പുകളും ആലിൻ ചുവടുകളും ആൽത്തറകളും മുളംകൂട്ടങ്ങളും തെറിച്ചു നിൽക്കുന്ന മതിലുകളും പച്ചക്കറി തോട്ടങ്ങളും ആമ്പൽക്കുളങ്ങളും പച്ചക്കറി നിരത്തുകളും മലയാളത്തെ അനുസ്മരിപ്പിക്കുകയല്ല, അനുഭവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഗ്രാമഭംഗിയുടെ സൗന്ദര്യാത്മകത എടുത്തു കാണിക്കാൻ ഇത്തരം വാക്കുകൾ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. നഗരജീവിതത്തിന്റെ അരാജകത്വം എടുത്തു കാണിക്കാൻ അദ്ദേഹം എടുത്തു കാണിച്ച ഗരഗരാരവം എന്ന പദത്തിൽ നഗരകോലാഹലങ്ങൾ എല്ലാം ഉള്ളതായി തോന്നും. പാടശേഖരങ്ങളും ഇടവഴികളും കൊണ്ട് സമ്പന്നമാണല്ലോ കേരളം. ഗ്രാമീണതയുടെ മുഖമുദ്രകൾ പാടെ തിളങ്ങി നിൽക്കുന്നതായി പറയുന്നു. അടുത്ത ചോദ്യം: പ്രാചീനവും അർവാചീനവുമായ ഭാരതീയ ചിത്രകലകളുടെ മാതൃകകൾ. അടിവരയിട്ട പദങ്ങളുടെ അർത്ഥവ്യത്യാസം എന്ത്? ഇത്തരത്തിലുള്ള കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതുക. ഉത്തരം: പ്രാചീനം എന്നാൽ വളരെ പഴയത് എന്നാണ് അർത്ഥം. അർവാചീനം എന്നാൽ പ്രവചിക്കാൻ കഴിയാത്തത്. വളരെ പഴയതും എന്നാൽ വാക്കുകൾ കൊണ്ട് നിർവചിക്കാനാവാത്തതും എന്നാണ് അർത്ഥം. അടുത്ത ചോദ്യം: പുല്ലുമേഞ്ഞ കുറെ കുടിലുകളുടെയും മാന്തോപ്പുകളുടെയും മധ്യേ ഒരു വിശ്വവിദ്യാലയം, കലാഭവനം, സംഗീത ഭവനം, ഗ്രാമീണ പുനരുദ്ധാരണ കേന്ദ്രം. ശാന്തിനികേതനത്തിലെ വിദ്യാഭ്യാസ രീതികളുടെ ചില പ്രത്യേകതകളാണിവ. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. നമുക്ക് നോക്കാം എന്താണ് എഴുതേണ്ടതെന്ന്. പ്രകൃതിയുടെ ഭാഗമായി മാറുന്ന പഠനമായിരുന്നു ശാന്തിനികേതനിൽ. അവിടെ പ്രകൃതിയും പഠനവും രണ്ടും രണ്ടായിരുന്നില്ല. പാഠങ്ങൾ പ്രകൃതിയായിരുന്നു ഒരുക്കിയിരുന്നത്. പുല്ലുമേഞ്ഞ കുറേ കുടിലുകളുടെയും മാന്തോപ്പുകളുടെയും പുൽത്തകിടികളുടെയും മധ്യേ ഒരു വിശ്വവിദ്യാലയം, കലാഭവനം, ചിത്രശില്പകലാ പഠനങ്ങൾ, സംഗീത ഭവനം, സംഗീത നൃത്ത പഠനങ്ങൾ എന്നിങ്ങനെ ലാളിത്യവും സ്വച്ഛതയും ശാന്തിയും തമ്മിൽ പുണർന്നു കിടക്കുന്നു. സാമൂഹ്യ ചുറ്റുപാടുകളെ അറിയാനും പഠിക്കാനും സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനും പരിശീലിക്കുന്നതിന് ശ്രീനികേതനം ഗ്രാമീണ പഠന കേന്ദ്രം. കുട്ടികളുടെ സമഗ്രമായ കഴിവുകൾ കണ്ടെത്താനും വളർത്താനുമുള്ള ഇടം. കുട്ടികളിൽ ജന്മനാ കിട്ടുന്ന മാനുഷിക മൂല്യങ്ങളെ എന്നും അങ്ങനെ തന്നെ നിലനിർത്താൻ സഹായിക്കും. അതിരുകളും അതിർത്തികളും ഇല്ലാത്ത ഭൂമിയിൽ അറിവായി വളരാൻ കുഞ്ഞുങ്ങൾക്ക് കഴിയും. മാനവിക ഉത്തരവാദിത്വ ബോധവും കുട്ടികളിൽ രൂപപ്പെടുകയും ചെയ്യുന്നു. അടുത്ത ചോദ്യം: യാത്രാനുബന്ധമായി സുജാതാദേവി എഴുതിയ കത്തിലെയും SKയുടെ യാത്രാ വിവരണത്തിലെയും ആവിഷ്കാരത്തിന്റെ പ്രത്യേകതകൾ കണ്ടെത്തി എഴുതുക. സുജാതാദേവിയുടെ യാത്രയിൽ നിന്ന് യാത്രികയ്ക്കുണ്ടായ അനുഭവമാണ് ഈ കത്ത്. അവരിൽ നിറച്ച ആനന്ദം അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളിലേക്ക് പങ്കുവയ്ക്കുകയാണ് അവർ ചെയ്യുന്നത്. കത്തെന്ന മാധ്യമത്തിൽ കൊള്ളാവുന്ന പരിമിതിയിൽ ഒരു യാത്രയിൽ കൊള്ളാവുന്ന മുഴുവൻ അനുഭവങ്ങളും ഉൾക്കൊണ്ടത് അത്രയും ചെറിയ വാക്കിലാണ് ഇത്. ചെറിയ വാക്കിൽ ഒതുക്കി അവതരിപ്പിക്കുകയായിരുന്നു എഴുത്തുകാരി. എന്നാൽ SK തൻ്റെ യാത്രകളിലൂടെ മലയാളത്തിൽ രൂപപ്പെടുത്തിയെടുത്തത് ഒരു സാഹിത്യ സരണി തന്നെയാണ്. സഞ്ചാര സാഹിത്യത്തിൻ്റെ സാധ്യതകളെല്ലാം എത്രത്തോളം ആഴത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുമോ അത്രത്തോളം വിപുലമായി വാക്കുകൾ കൊണ്ട് തൻ്റെ കണ്ണുകൾ കണ്ട കാഴ്ചകൾ അത്രയും വായനക്കാരൻ്റെ മനസ്സിൽ പതിപ്പിക്കുകയാണ് SK. സുജാതാദേവിയുടെ യാത്രകൾ സ്വന്തം ജീവിതാനുഭവം വികസിപ്പിക്കാനുള്ളതാണ്. ഹിമാലയൻ യാത്ര എന്നത് ഒരുപാട് അർത്ഥമാനങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. അറിവുകൊണ്ടും യാത്രാനുഭവങ്ങൾ കൊണ്ടും
ഈ വാക്ക് പാഠത്തിന് അനുയോജ്യമാണ്. എസ്.കെയുടെ യാത്ര ലോകത്തെ അറിയാനും ടാഗോറിൻ്റെ ദർശനങ്ങൾ അറിയാനുമാണ്. വൈജ്ഞാനിക ബോധത്തിൻ്റെ നിറകുംഭങ്ങളാകുകയാണ് ഈ വിവരണം. അടുത്ത നിങ്ങൾക്ക് താഴെ ഒരു പാഠഭാഗം തന്നിട്ടുണ്ട്. അത് മരുഭൂമിയിലെ കാഴ്ചകളെ വിവരിക്കുന്നതാണ്. അത് വായിച്ചതിന് ശേഷം ചിത്ര, കവിത അങ്ങനെ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് ആവിഷ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന് തുടർന്നിട്ട് നോക്കാം. ഒട്ടകക്കൂട്ടങ്ങളും ആട്ടിൻപറ്റങ്ങളും അവയെ തെളിച്ചു പോകുന്നവരും നിഴലുകളായി മാറും. കാഴ്ചകളെ ദൃശ്യാനുഭവമാക്കി മാറ്റുന്ന അവതരണമാണ് മരുഭൂമിയുടെ ആത്മകഥ എന്ന യാത്രാക്കുറിപ്പിൽ. മറ്റു സന്ദർഭങ്ങൾ കൂടി കണ്ടെത്തി എഴുതുക. അപ്പോൾ ഇതിൽ വരുന്ന മറ്റു സന്ദർഭങ്ങൾ നോക്കാം. യാത്രികൻ അനന്തമായ മണൽപ്പരപ്പിൽ ഉന്മാദിയെപ്പോലെ നടക്കുന്നതിനിടയിലായിരിക്കും പെട്ടെന്ന് ഇരുട്ടിൻ്റെ പരശതം കമ്പളങ്ങൾ പുതപ്പിച്ച് സൂര്യൻ പിൻവാങ്ങുക. അസ്തമയ രശ്മികൾ മണൽപ്പരപ്പിൽ അസംഖ്യം പതാകകൾ തീർക്കും. ഭാഷയും ദേശവുമില്ലാത്ത ജനതയുടെ ഇനിയും പേരിടാൻ കഴിയാത്ത തരത്തിലുള്ള അസംഖ്യം പതാകകൾ. നിഴലുകൾ കെട്ടുപിണയുമ്പോൾ പതാകകളേന്തിയ അസംഖ്യം മനുഷ്യമുഷ്ടികൾ ഉയർന്നു വരികയാണെന്ന് തോന്നും. അടുത്തത്, നീ ഇവിടെ എത്തിയിട്ട് എത്ര നാളായി. ഈ രണ്ട് വാക്യങ്ങളിലെയും ചിഹ്നങ്ങളിലെ വ്യത്യാസം കണ്ടെത്തി അവ വാക്യങ്ങൾക്ക് നൽകുന്ന അർത്ഥവ്യത്യാസം വിശദീകരിക്കുക. ചിഹ്നങ്ങൾ ഉപയോഗിച്ച മറ്റു സന്ദർഭങ്ങൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി അവയുടെ അർത്ഥവ്യത്യാസം വ്യക്തമാക്കുക എന്നാണ്. ഒന്ന് ആശ്ചര്യചിഹ്നമാണ്, ഇത് ചോദ്യചിഹ്നവും. അപ്പം നമുക്ക് നോക്കാം. ആദ്യത്തെ ആശ്ചര്യചിഹ്നം. ഉത്തരം പ്രതീക്ഷിക്കാത്ത ചോദ്യരൂപത്തിലുള്ള വാക്യങ്ങൾക്ക് ആശ്ചര്യം, വെറുപ്പ്, സന്തോഷം, സങ്കടം, പരിഹാസം തുടങ്ങിയ അമിതമായ വികാര പ്രകടനങ്ങൾ അത് ആ ഒരു ആശ്ചര്യചിഹ്നത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഈ ഒരു സിറ്റുവേഷൻസിലൊക്കെ അത് ഉപയോഗിക്കും. ഒന്നാമത്തെ വാക്യത്തിൽ അതിശയോക്തിയാണ് നിലനിൽക്കുന്നത്. ഒരാൾ മറ്റൊരാളോട് അത്ഭുതത്തോടെ ചോദിക്കുന്ന ചോദ്യം. അടുത്ത ചോദ്യചിഹ്നമാണ്, ചോദ്യം സൂചിപ്പിക്കുന്നു. രണ്ടാമത്തെ വാക്യം ചോദ്യരൂപമാണ്. ഒരാൾ മറ്റൊരാളോട് ഉത്തരം കിട്ടാനായി ചോദിക്കുന്നു. അടുത്തത്, വിഷ്വൽ ട്രാവലോഗുകൾ, ഷോർട്സ്, റീൽസ് എന്നിവ നിർമ്മിക്കുന്നതിന് വേണ്ട മുന്നൊരുക്കങ്ങൾ എന്തെല്ലാം ചർച്ച ചെയ്യുക. അപ്പോൾ ഷോർട്സ്, റീൽസൊക്കെ എടുക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. വിഷ്വൽ ട്രാവലോഗുകൾ യാത്രകളെ ദൃശ്യഭാഷയിൽ അവതരിപ്പിക്കുന്ന രീതിയാണ്. ചെറിയ വീഡിയോകളായി അവതരിപ്പിക്കുന്ന രീതിയാണ് റീൽസ്, ഷോർട്സ് തുടങ്ങിയവ. 60 സെക്കൻഡ് നീളമുള്ള റീലുകളാണ് സാധാരണയായി അവതരിപ്പിക്കുക. യൂട്യൂബിൽ ചെറു വീഡിയോകളായി അവതരിപ്പിക്കുന്ന രീതിയാണ് ഷോർട്സുകൾ. ഇവയെ ഓരോന്ന് ചിത്രീകരിക്കുമ്പോൾ പ്രത്യേകമായ മുന്നൊരുക്കങ്ങൾ നടത്തണം. ദൃശ്യവൽക്കരിക്കാൻ ഉപയോഗിക്കുന്ന വിഷയത്തിൻ്റെ മേഖല, വ്യാപ്തി, വലുപ്പം, സമയം എന്നിവ പ്രധാനമാണ്. ഓരോ ഘട്ടവും വ്യക്തമായി ആസൂത്രണം ചെയ്യണം. തിരഞ്ഞെടുക്കുന്ന വിഷയത്തിൻ്റെ വ്യാപ്തി, വലുപ്പം, സമയം എന്നിവ പരിഗണിച്ച് രൂപരേഖ തയ്യാറാക്കുക. സ്ക്രിപ്റ്റ് തയ്യാറാക്കണം. സ്റ്റോറി ബോർഡ് തയ്യാറാക്കണം. നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ തീരുമാനിക്കണം. ദൃശ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ ഔചിത്യം പാലിക്കണം. ആകർഷകമായവ തിരഞ്ഞെടുക്കണം. അവതരണ രീതിയെക്കുറിച്ച് ധാരണയുണ്ടാവണം. ചിത്രീകരണത്തിനാവശ്യമായ ഒരുക്കങ്ങൾ നടത്തണം. ക്യാമറ സാധ്യതകൾ, വിവിധ ദൃശ്യരൂപങ്ങൾ, തിരിച്ചറിയൽ, മിഡിൽ സ്ഥലം, ചരിത്ര സാംസ്കാരിക പശ്ചാത്തലം, പ്രകൃതി ദൃശ്യങ്ങൾ, മറ്റ് സന്ദർഭങ്ങൾ എന്നിവ തീരുമാനിക്കണം. ആവശ്യമായ വിവരണം, ശബ്ദമിശ്രണം, ആനിമേഷൻ സാധ്യതകൾ, എഡിറ്റിംഗ് ശ്രദ്ധിക്കണം. ഫലപ്രദമായ എഡിറ്റിംഗ് ആപ്പ് ഉപയോഗപ്പെടുത്തുക. സംക്ഷിപ്തത, ആകർഷകത്വം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഇനി നിങ്ങളുടെ നാടിനെ പരിചയപ്പെടുത്തുന്ന ഒരു വിഷ്വൽ ട്രാവലോഗ് നിങ്ങൾ തയ്യാറാക്കുക. അടുത്തത്, യാത്രാനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഒരു പതിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതും നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞതാണ്. അപ്പോൾ അത് രണ്ടും നിങ്ങൾ ചെയ്യുക. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.